നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ മോറന്മാർ ഇഗ്നാത്യോസ് അബ്ദേദ് മശിഹ പാത്രിയർക്കീസിൻ്റെ 109ാമത് ദുഃഖ്രോന പെരുന്നാളും മലങ്കര സഭ ഒട്ടാകെ ഭക്തിപുരസ്സരം ആചരിച്ചു. പരിശുദ്ധ സഭ കാനോനികമായി കൽപ്പിച്ചു നൽകിയിട്ടുള്ള 5 നോമ്പുകളിലൊന്നാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ആചരിച്ചു വരുന്ന ശുദ്ധമുള്ള ശൂനോയോ നോമ്പ്. മലങ്കര സഭയ്ക്ക് സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും ലഭിച്ചതിൻ്റെ പ്രതീകമായ പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചത് അന്ത്യോക്യയുടെ പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദേദ് മശിഹ പാത്രിയർക്കീസ് ബാവ ആയിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ പ്രധാന പെരുന്നാൾ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസുമാരുടെ അന്ത്യവിശ്രമ സ്ഥലമായ സിറിയയിലെ കുർക്കുമദേറായിലും കൊണ്ടാടി. പരിശുദ്ധ പിതാവിൻ്റെ നാമത്തിൽ മലങ്കരയിൽ സ്ഥാപിതമായിരിക്കുന്ന ഏകദേവാലയമായ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ വെട്ടിത്തറ മാർ മീഖായേൽ വലിയ പള്ളിയുടെ കീഴിലുള്ള മാർ അബ്ദേദ് മശിഹ കുരിശുപള്ളിയുടെ പ്രധാന പെരുന്നാളും അന്നേ ദിവസം ആചരിച്ചു. ഇന്ത്യ മഹാരാജ്യം ഓഗസ്റ്റ് 15 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വീരമൃത്യു വരിച്ച ധീരരെ രാജ്യം സ്മരിച്ചു. ഏതു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഇച്ഛാശക്തി ഭാരതത്തിനുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിൽ നാം അഭിമാനിക്കുന്നു. ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നാടിനൊപ്പം വയനാടിനൊപ്പം കരുതലായി മലങ്കര സഭ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വയനാട് ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ഭവനരഹിതരായവർക്ക് 50 വീടുകൾ മലങ്കര സഭ നിർമ്മിച്ചു നൽകുമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ അറിയിച്ചു. ദുരിതബാധിതർക്ക് ആശ്വാസവും സാന്ത്വനവുമായി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ക്യാമ്പുകൾ സന്ദർശിക്കുകയും നിരാലംബരായ ആളുകൾക്കുള്ള സഭയുടെ കൈത്താങ്ങലുകൾ അവരെ നേരിട്ടറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട സമിതിയുമായി ബാവ ചർച്ച ചെയ്യുകയും സഭയുടെ പദ്ധതികളെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും അഭിവന്യ യൂഹാനൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പോലീത്ത, സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത, സഭയിലെ സ്ഥാനികൾ, വൈദികർ എന്നിവർക്കൊപ്പം വയനാട് കളക്ടറേറ്റിലെത്തി മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ എന്നിവരുമായി ചർച്ച നടത്തുകയും സഭയുടെ പുനരധിവാസ ഭവന നിർമ്മാണത്തിൻ്റെ സമ്മതപത്രം കൈമാറുകയും ചെയ്തു. മലയിറങ്ങുന്ന ഇന്ത്യൻ സൈന്യത്തിന് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത. ലോകമൊക്കെയുമുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിപ്പെടുത്തലാണ് വയനാട് ദുരന്തം വരുത്തിവെച്ചത്. അതിൻ്റെ വ്യാപ്തിയും നഷ്ടവും വിവരിക്കുക അസാധ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് ആ ഭീകരതയുടെ മുഖത്ത് ആശ്വാസമായി എത്തിയ ഇന്ത്യയുടെ ധീരജവാന്മാരുടെ സാന്നിധ്യം ധൈര്യവും പ്രതീക്ഷയും നൽകി. രാത്രിയെ പകലാക്കി നടത്തിയ 2 ആഴ്ചക്കാലത്തെ അധ്വാനം പ്രശംസനീയമാം വിധത്തിൽ പൂർത്തിയാക്കി അവർ പടിയിറങ്ങി. കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ച നമ്മുടെ വീരസൈനികരുടെ ഊർജവും അർപ്പണബോധവും പ്രവൃത്തി പരിചയവും എല്ലാം പ്രകൃതിയുടെ ഭീകരതയിൽ പകച്ചുപോയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂട്ടം ജനതയ്ക്ക് ഒരു മനസ്സോടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാൻ പ്രചോദനം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും അതിന് ആക്കം കൂട്ടി. ഇതിനെല്ലാം മുൻനിരയിൽ പ്രവർത്തിച്ചത് നമ്മുടെ സൈനികർ തന്നെയാണ്. ബെയിലി പാലം നിർമ്മാണം അനേകരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ദുരന്തമുഖത്ത് നേരിട്ട് പോയി കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ അഭിവന്യ തിരുമേനിക്ക് നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും പ്രവർത്തനവും നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിച്ച് മടങ്ങുമ്പോൾ സുൽത്താൻ ബത്തേരി ഭദ്രാസനം ഉൾപ്പെടുന്ന വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് നൽകാതിരിക്കുവാൻ കഴിയുന്നില്ല എന്നും അഭിവന്യ തിരുമേനി പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന എരുമേലി കനകപ്പാലം തോപ്പിൽ ഫാദർ TG സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ 94ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കനകപ്പാലം സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണ് മാതൃ ഇടവക. വന്യ അച്ഛൻ്റെ വേർപാടിൽ
ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. സഹോദരൻ പദ്ധതിയുടെ ഭാഗമായി നിർധനരായവർക്ക് വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ സഹായം നൽകിയതിൻ്റെ 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള റിപ്പോർട്ട്. നിരവധി അപേക്ഷകളാണ് ദിനംപ്രതി സഹോദരൻ പദ്ധതിയുടെ ഓഫീസിൽ എത്തുന്നത്. ഓരോ അപേക്ഷകൾ പരിശോധിക്കുമ്പോഴും അതിൽ നിസ്സഹായതയുടെയും ദുരിതത്തിൻ്റെയും കണ്ണീർ മുഖമുള്ള ജീവിതങ്ങളാണ് പ്രതിഫലിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളായിരിക്കും എന്ന ചൊല്ലുപോലെ കുന്നുകൂടുന്ന അപേക്ഷകളിലേക്ക് നമ്മുടെ കണ്ണെത്താത്തിടത്തോളം അതിലെ ജീവിതങ്ങളുടെ കണ്ണീരും വേദനയും പ്രതീക്ഷയും ഏറുകയാണ്. ദരിദ്ര കുടുംബത്തിലുള്ള ജനനം, വരുമാന സ്രോതസ്സായിരുന്ന പിതാവിൻ്റെ അകാലത്തിലെ മരണം അല്ലെങ്കിൽ മാരകരോഗം, മുൻപോട്ട് ചുവടുവയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ നിരാശയുടെ കയത്തിലാണ്ടവർക്ക് കൈത്താങ്ങ് നൽകുക എന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഇരുളടഞ്ഞ ആ ജീവിതങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചം നൽകുവാൻ നമ്മുടെ സഹകരണം കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അതിലും മഹത്വകരമായ മറ്റൊന്നുമില്ല. തികച്ചും അർഹതയുള്ളവരിലേക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിസ്തു സ്നേഹത്തിലുള്ള പങ്കുവയ്ക്കലിൻ്റെ ദൗത്യത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട് കരുണയുടെ കരുതലായി നിലകൊള്ളുകയാണ് സഹോദരൻ പദ്ധതി. ഇതിനോടകം ഏവരുടെയും സഹകരണത്താലും പ്രോത്സാഹനത്താലും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 14 കോടിയിലധികം രൂപ നിർധനരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങായി നൽകുവാൻ സാധിച്ചു. വിദ്യാഭ്യാസ സഹായമായി 582 പേർക്ക് 3,20,00,000 രൂപയും, ഭവന നിർമ്മാണ സഹായമായി 273 പേർക്ക് 4,76,00,000 രൂപയും, ചികിത്സാ സഹായമായി 1,389 പേർക്ക് 4,42,00,000 രൂപയും, വിവാഹ സഹായമായി 150 പേർക്ക് 1,17,00,000 രൂപയും, മറ്റു പ്രത്യേക സഹായങ്ങളായി 216 പേർക്ക് 50 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. സുതാര്യതയോടുകൂടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിക്ക് ഒരു നിയമാവലിയുണ്ട്. പദ്ധതിയുടെ കണക്കുവിവരങ്ങൾ സഭയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ ഓഡിറ്റ് ചെയ്ത് സഭയുടെ സി ഷെഡ്യൂളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. മലങ്കര സഭാമാസികയുടെ പ്രതിമാസ ലക്കത്തിൽ സംഭാവന തന്ന് സഹകരിക്കുന്നവരുടെ ലിസ്റ്റും വിവിധ ഇനങ്ങളിലായി പദ്ധതിയിൽ നിന്നും സഹായം കൊടുക്കുന്ന പ്രതിമാസ കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഹിരോഷിമ ദിനം ആചരിച്ചു. ജൂലൈ 6-ാം തീയതി ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് സമാധാനത്തിൻ്റെ സന്ദേശം ഉണർത്തി പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ തിരുമേനി സമാധാനത്തിൻ്റെ സന്തോഷം ലോകമെങ്ങും പരക്കട്ടെയെന്ന് ആശംസിച്ചു. അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ്, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം എന്നീ പിതാക്കന്മാരും വൈദികരായ ബിജു മാത്യു, വർഗീസ് ജോർജ്, ഡോക്ടർ തോമസ് ചകിരിയിൽ, സാം ബി ജോർജ് എന്നിവരും, പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് ജോർജ് കുറ്റിയിൽ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗ്രേസൻ മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ചിത്രരചന, കൊളാഷ് എന്നീ മത്സരങ്ങൾ നടത്തപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദിനാചരണം വിദ്യാർത്ഥികൾക്ക് യുദ്ധവിരുദ്ധ ചിന്തകളുടെ ആവശ്യകതകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പ്രചോദനം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ജെമി ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി. പരുമല ആശുപത്രിയിൽ പുതിയതായി ചാർജെടുത്ത ഡോക്ടർമാരെ സ്വാഗതം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഡോക്ടേഴ്സ് മീറ്റിംഗിൽ പരുമല ആശുപത്രി കുടുംബത്തിലേക്ക് പുതിയതായി വന്നു ചേർന്ന ഡോക്ടർമാരെ സ്വാഗതം ചെയ്തു. ആശുപത്രി CEO ഫാദർ MC പൗലോസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എബിൻ വർഗീസ് തോമസ്, ഡോക്ടേഴ്സ് മീറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സുകേഷ് C. നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പരിശുദ്ധ പുലിക്കോട്ടിൽ തിരുമേനിമാരുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെയും സ്മരണാർത്ഥം കുന്നംകുളം കോട്ടപ്പടിയിൽ പണികഴിപ്പിച്ച
അഭയഭവൻ എന്ന വയോജന മന്ദിരത്തിൻ്റെ കൂദാശ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കേരള ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിച്ചു. സൺഡേ ട്യൂഷൻ മിഷൻ ഉദ്ഘാടനം ചെയ്തു. നാഗ്പൂരിലെ സെൻറ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രോഗ്രാമുകളിലൊന്നായ സൺഡേ ട്യൂഷൻ മിഷൻ ഉദ്ഘാടനം ചെയ്തു. മാത്തമാറ്റിക്സ്, മതേതര വിഷയങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകമായ സൗജന്യമായി ട്യൂഷൻ നൽകുവാനാണ് ലക്ഷ്യമിടുന്നത്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള സൺഡേ ട്യൂഷൻ മിഷന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ വന്യ ജോസി ജേക്കബ് അച്ഛൻ മറ്റ് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള 50ഓളം ഗ്രാമീണ വിദ്യാർത്ഥികളാണ് ഓരോ സെഷനിലും ക്ലാസുകളിൽ നിന്ന് പ്രയോജനം നേടുന്നത്. മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ തിരുവാർപ്പ് മർത്തശ്മുനി ഓർത്തഡോക്സ് പള്ളിയിൽ മലങ്കര സഭാ വിശ്വാസിയുടെ സംസ്കാര ശുശ്രൂഷ ഓഗസ്റ്റ് 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കാനിരിക്കെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന വികാരിയെയും ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിശ്വാസികളെയും പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള പള്ളിയിൽ കേരള പോലീസ് നോക്കി നിൽക്കെ വിഘടിത യാക്കോബായ വിഭാഗം സംഘം ചേർന്ന് ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് ദേവാലയത്തിൽ നടക്കാനുള്ള സംസ്കാര ശുശ്രൂഷയ്ക്ക് മലങ്കര സഭയുടെ അഭിയോന്യ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്തായും വിശ്വാസികളും വരുന്നത് തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചായിരുന്നു രാവിലത്തെ ആസൂത്രിത ആക്രമണം. അക്രമത്തിൽ പരിക്കേറ്റവരെ കുമരകം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരേതന്റെ സംസ്കാര ശുശ്രൂഷ ഉച്ചയ്ക്ക് ശേഷം അഭിയോന്യ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യകാർമ്മികത്വത്തിലും മലങ്കര സഭയിലെ വൈദികരുടെ സഹകാർമ്മികത്വത്തിലും വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ദേവാലയത്തിൽ പൂർത്തീകരിച്ചു. മലങ്കര സഭയുടെ ദേവാലയത്തിൽ ആസൂത്രിത അക്രമം നടത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അക്രമത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൽക്കത്ത ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന ഫാദർ എബ്രഹാം തോമസ് അദ്ദേഹത്തിൻ്റെ 63-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഭിലായിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൽക്കത്ത രാജാറാം സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളി വികാരിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായും കൽക്കത്ത അരമനയുടെ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൽക്കത്ത ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സ്തേഫാനോസ് മാർ തെവദോസ്യോസ് തിരുമേനിയുടെ സെക്രട്ടറിയുമായിരുന്നു. തലവടി കുഴിപ്പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയാണ് മാതൃ ഇടവക. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കോഴിക്കോട് NITയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമതി മെർലിൻ ജോർജിനും കല്ലൂപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മരിയൻ പുരസ്കാരം ഏറ്റുവാങ്ങിയ അട്ടപ്പാടി സെൻറ് തോമസ് മിഷൻ സെൻ്ററിലെ വന്യ MD യൂഹാനോൻ റമ്പാൻ കോറപ്പിസ്കോപ്പയ്ക്കും കോയമ്പത്തൂർ കർപ്പകം യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ PhD നേടിയ ഡോക്ടർ ലിബിൻ M ജോസഫിനും കല്ലൂപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എബി മേക്കരിങ്ങാട്ടിനും ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയിൽ 3-ാം റാങ്ക് ലഭിച്ച കുമാരി അലീന രാജനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.